ഹലോ ഗേസ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയാണ് നമുക്ക് രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ പാൽച്ചായയും. അങ്ങനെ ഞാനും ഋതു ഇരുന്നു കേട്ടോ ചായ കുടിക്കാനായിട്ട്. അത് തിന്നു കഴിഞ്ഞപ്പോഴാണ് പാൽച്ചായ അങ്ങോട്ട് കുടിച്ചത് തീർന്നില്ല. അപ്പോൾ ബേക്കറീൻ്റെ അളക്ക് എന്നൊക്കെ പറയുന്നത് വീട്ടിൽ ഇതാണ് കേട്ടോ. അതിൽ വേറെ ഒന്നുകൂടി ഉണ്ട്, അത് നമുക്ക് പിന്നെ എടുക്കാം. പക്ഷെ നമ്മൾ തേടി വന്നത് റസ്ക്കാണ്. അങ്ങനെ റസ്ക് പാൽച്ചായയിൽ മുക്കി തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി വേഗം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ നാരിയൽപ്പാനി ആ ഒരു മുട്ടായി തിന്നിട്ടുണ്ടായിരുന്നു വെറുതെ ഇരുന്നപ്പോൾ. പിന്നെ അതായത് ഈ കടല പൊട്ടിച്ചിന് നല്ല രസമല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കുളിയെ കഴിഞ്ഞപ്പോൾ കേട്ടോ. അവിടുന്ന് ഇതായി പൊരിയുണ്ട തിന്ന്. പിന്നെ ചക്കപ്പം എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ് കേട്ടോ. എല്ലാ കൊല്ലവും ചക്കപ്പം കിട്ടലുണ്ട്, ഇപ്രാവശ്യം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചക്കപ്പം കട്ടൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചു. പിന്നെ ഓരപ്പം കുറച്ച് നേരം കളിച്ചിരുന്നേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കാണ്ട് ഉച്ചയായിന്ന്. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് വലിയമ്മ ചോറും കൊണ്ടുവരും. നോക്കുമ്പോൾ എന്താ വത്തൽ പീര, അയില വറുത്തത്, മുരിങ്ങേൻ്റെ താളിപ്പ്, തേങ്ങാ ചമ്മന്തി, പിന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരി, വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ കൊണ്ട് വെറുതെ ഇരുന്നപ്പോൾ തരാ ആ ചക്കയും കൊണ്ടുവരുന്നു ഈ വല്യമ്മേൻ്റെ ഒരു കാര്യം. പിന്നെ അതും തിന്ന് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല ചായ ഇട്ടത്. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ചായ ഇട്ട് കുടിച്ചു. പിന്നെ നമ്മൾ രാവിലെ കണ്ട സാധനത്തിലായിട്ട് പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ അതും ചായയും കുടിച്ച് രാത്രി സാമ്പാറും അയില വറുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.